ഹായ് സ്നേഹിതരെ, ഞാൻ റോബി. ബൈബിൾ കഥകൾ നടക്കുന്നത് പുരാതന കാലത്തെ മധ്യപൂർവേഷ്യയിലാണ്. ആ കാലത്ത് തന്നെ വ്യാപാരത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും രാഷ്ട്രീയ കുതികാൽവെട്ടിന്റെയും അക്രമങ്ങളുടെയും പ്രധാന ഭൂമികയാണ് ഇവിടം. ചരിത്രത്തിലുടനീളം ഈ പ്രദേശത്തെ കാനാൻ എന്നും യഹൂദിയ എന്നും ഇസ്രായേൽ എന്നുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇറാഖിലെ മെസപ്പൊട്ടാമിയയിൽ നിന്നും എബ്രഹാം സഞ്ചരിച്ചു വന്നെത്തിയ സ്ഥലവും പിന്നീട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ വന്നു ചേർന്നതും ഇവിടെ തന്നെ. BC 1000 തന്നെ ദാവീദും സോളമനും ഒക്കെ ഭരിക്കുകയും യഹൂദയുടെ പ്രധാനപ്പെട്ട പ്രദേശമായി മാറുകയും ചെയ്ത സ്ഥലം. നൂറുകണക്കിന് പ്രവാചകന്മാർ വന്നതും പഠിപ്പിച്ചതും ചരിത്ര പുസ്തകങ്ങളിൽ മറഞ്ഞതും ഇവിടെ തന്നെ. പല തവണ ഇസ്രായേലിയർ ഇവിടെ നിന്നും പായിക്കപ്പെടുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുള്ള രണഭൂമി. ശാന്തിയുടെയും സമാധാനത്തിന്റെ ദൂതുമായാണ് യേശു വന്നതെങ്കിലും പക്ഷേ ആ കാലം അത്തരത്തിൽ ഉള്ളതല്ലായിരുന്നു. യഹൂദിയ അന്ന് റോമാക്കാരുടെ പിന്തുണയോടെ ഹെറോദിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. തനിക്ക് ഭീഷണി ഉണ്ടാകുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ ചാരന്മാർ രാജ്യം മുഴുവനും ഉണ്ടായിരുന്നു. ആരെങ്കിലും സംശയം തോന്നിയാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവരെയും കുടുംബക്കാർ ഉൾപ്പെടെയുള്ളവരെയും കൊന്നൊടുക്കുമായിരുന്നു. ശാന്തിയും സമാധാനവും ഒന്നും ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത കാലം. യുദ്ധങ്ങളും ചോരപ്പുഴകളും അടിച്ചമർത്തലുകളും രാജ്യത്തെ വിഴുങ്ങി. അതിനാൽ തന്നെ തങ്ങളെ രക്ഷിക്കാൻ ദാവീദിന്റെ വംശത്തിൽ ഒരു രക്ഷകൻ വരുമെന്ന് യഹൂദ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇസ്രായേലിലെ ഒരു ജില്ലയായിരുന്നു ഗലീലി. ഗലീലിയുടെ മലഞ്ചെരിവുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ശബ്ദമില്ലാത്ത പ്രകൃതി രമണീയമായ ഒരു ചെറുപട്ടണം നസറത്ത്. കൃഷിക്കാരും ആട്ടിടയരും മുക്കുവരുമായിരുന്നു അവിടെ താമസിച്ചിരുന്നവർ. അവിടെ ഒരു അസാധാരണ കഠിനാധ്വാനിയായ യുവാവ് ജോസഫ്, ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവൻ. മരപ്പണിക്കാരൻ. വീട്ടുപകരണങ്ങളും പണിയായുധങ്ങളും നിർമ്മിക്കാൻ നാട്ടുകാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വരുമായിരുന്നു. വലിയ സ്വപ്നങ്ങളോ രാജകീയ അഭിലാഷങ്ങളോ ഇല്ലാത്ത മനുഷ്യൻ. ദൈവഭക്തിയും നന്മയും മാത്രമാണ് അവന്റെ സമ്പത്ത്. അതേ പട്ടണത്തിൽ ഒരു നിഷ്കളങ്കയായ യുവതി മേരി. അവളുടെ മുഖത്ത് ലജ്ജയും ശാന്തിയും, ഹൃദയത്തിൽ ദൈവഭയവും വിശുദ്ധിയും. തന്റെ പണിശാലയുടെ മുന്നിലൂടെ പോകുന്നവരുടെ കൂട്ടത്തിൽ വെള്ളം കോരാനായി പതിവായി പോകാറുള്ള ഇളം നീല നിറത്തിലെ മേലങ്കി കൊണ്ട് തല മറച്ചിരുന്ന അവളെ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ അദൃശ്യമായ ഒരു ബന്ധം ജനിച്ചു. ഈ പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച സമ്മാനമാണ്. അവളുടെ പേര് മറിയമെന്നും അവളുടെ പൂർവികർ ജെറുസലേമിൽ നിന്ന് വന്നവരാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. മധുര പലഹാരങ്ങളുമായി മരത്തിന്റെ വീട്ടിലെത്തുകയും അന്നിയോടും യുവാക്കിനോടും തന്റെ ഉദ്ദേശം പറയുകയും ചെയ്തു. മകളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം അവർ സമ്മതം മൂളി. അങ്ങനെ അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അന്നത്തെ യഹൂദ ആചാരപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ ഒരുമിച്ച് താമസിക്കുക. എങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. അന്ന് മറിയത്തിന് 15ഉം ജോസഫിന് 24 വയസ്സും ഉണ്ടായിരുന്നു. ദൈവഭക്തിയുടെ പര്യായം തന്നെയായിരുന്നു മറിയം. ദൈവത്തെക്കുറിച്ച് പഠിക്കാനും ചർച്ച ചെയ്യാനും പ്രാർത്ഥിക്കാനും കുഞ്ഞിനെ തന്നെ മറിയത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അസാധാരണമായ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തി. എന്തോ ഒരു പ്രകാശം അവളിലേക്ക് വന്നു ചേർന്നതായി അനുഭവപ്പെട്ടു. അത് അവൾക്ക് ആനന്ദം നൽകി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അസാധാരണമായ ഒരു രൂപം മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ആ രൂപം അവളോട് സംസാരിച്ചു. നീ ഭയപ്പെടേണ്ട, ദൈവം നിന്റെ കൂടെയുണ്ട്. അവൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കവേ ആ രൂപം വീണ്ടും പറഞ്ഞു, നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ലോകം മുഴുവൻ അവൻ അറിയപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പുരുഷനെ അറിയാത്ത ഞാൻ പുത്രനെ പ്രസവിക്കുകയോ എന്ന് അവൾ അത്ഭുതത്തോടെ ആശങ്കപ്പെട്ടു. കാരുണ്യത്തോടെ അവളെ നോക്കിയ രൂപം വീണ്ടും പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ പ്രവേശിക്കും. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിറയും. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞത് എന്ന് താണ സ്വരത്തിൽ പറഞ്ഞു. ഉടനെ തന്നെ രൂപം അവിടെ നിന്നും മറഞ്ഞു. അവൾ അവിടെ തന്നെ മുട്ടിലിരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദാവീദിന്റെ വംശത്തിൽ ഒരു രക്ഷകൻ പിറക്കുമെന്ന് 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏഷ്യ പ്രവാചകൻ പറഞ്ഞത് അവൾ ഓർത്തു. എങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. തന്റെ ചാർച്ചക്കാരി എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന് ദൂതൻ വഴി മനസ്സിലാക്കിയിരുന്നു. എലിസബത്തിന്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി മേശപ്പുറത്ത് വെച്ചു. പിന്നെ ആരോടും പറയാതെ എലിസബത്തിനെ സന്ദർശിക്കാൻ നസ്രത്തിൽ നിന്നും 75 നാഴിക അകലെയുള്ള അഭയക്കൂറിലേക്ക് യാത്ര തിരിച്ചു. രാത്രിയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തത്. എവിടുന്നോ കിട്ടിയ ധൈര്യമായിരുന്നു ആ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അവളെ പ്രേരിപ്പിച്ചത്. 3-ാം ദിവസത്തോടെ ജെറുസലേമിൽ നിന്നും 4 നാഴിക അകലെയുള്ള അഭയക്കൂറിലേക്ക് എത്തി.
എലിസബത്തിനെ കണ്ട മറിയം കാര്യങ്ങൾ പറയുന്നു. ശേഷം എലിസബത്തിനെ പരിചരിക്കുകയും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. മറിയം വീട്ടിൽ നിന്ന് എലിസബത്തിന്റെ അടുക്കലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ അന്നയും യുവാക്യമും ജോസഫിനെ അറിയിച്ചു. എലിസബത്തിന്റെ പ്രസവത്തിന് ശേഷം മറിയം തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. മാതാപിതാക്കളെ സന്ദർശിച്ചതിനു ശേഷം അച്ഛനോടൊപ്പം മറിയം ജോസഫിനെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് താൻ ഗർഭിണിയാണെന്ന വിവരം ജോസഫിനെ അറിയിക്കുന്നു. തകർന്നുപോയി ജോസഫ് നിശ്ചലമാകുന്നു. തകർന്നു നിൽക്കുന്ന ജോസഫിന്റെ അവസ്ഥ മനസ്സിലാക്കിയ മറിയം തനിക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട വിവരങ്ങളും മറ്റ് സംഭവങ്ങളും ജോസഫിനെ അറിയിക്കുന്നു. തനിക്ക് വിവാഹ നിശ്ചയം ചെയ്ത പെണ്ണ് പെട്ടെന്നൊരു ദിവസം വീട്ടിൽ നിന്ന് പോവുകയും അജ്ഞാതമായ ഒരു പട്ടണത്തിൽ ചെന്ന് താമസിച്ച് തിരിച്ചു വന്ന് പറയുകയാണ് താൻ ഗർഭിണിയാണെന്ന്. പിന്നെ ഒരു കഥയും. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ പറഞ്ഞ വാക്കാണ് അദ്ദേഹത്തെ കുറെ കൂടി ചിന്തിപ്പിച്ചത്. മറിയം പറഞ്ഞത് തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഒരു മനുഷ്യന്റെ അല്ല, അത് ദൈവത്തിന്റെ കുഞ്ഞാണ്. സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവത്തിന്റെ കുഞ്ഞ്. മറിയം പോയതിനു ശേഷം അദ്ദേഹം ചിന്തിച്ചു, മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട ദൈവം എന്തേ എന്നോടിത് പറയാത്തത്? അന്നത്തെ രാത്രി അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കാരണം മോശയുടെ നിയമം പറയുന്നു ഇങ്ങനെയുള്ള സ്ത്രീ ശിക്ഷിക്കപ്പെടണമെന്ന്. പക്ഷേ ജോസഫിന്റെ ഹൃദയം പറയുന്നു അവൾ ദുഷ്ടയല്ല. അവൻ തിരിച്ചു തീരുമാനിച്ചു, നിശബ്ദമായി അവളെ വിട്ടുനിൽക്കാം, ലോകത്തിന് മുന്നിൽ അവളെ അപമാനിക്കില്ല. അങ്ങനെ ചിന്തിച്ചും കരഞ്ഞും എപ്പോഴോ ഉറങ്ങിപ്പോയി. അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രകാശം അദ്ദേഹത്തെ ദർശിച്ചു. ജോസഫെ, നീ സംശയിക്കേണ്ട. മറിയത്തിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെതാണ്. അവന് നീ യേശു എന്ന് പേരിടണം. ലോകത്തിന്റെ രക്ഷ അവനിലൂടെയാണ്. താമസിയാതെ സംശയം ഇല്ലാതായ ജോസഫ് മറിയവുമായുള്ള വിവാഹ ചടങ്ങുകൾ ആഘോഷപൂർവ്വം നടത്തി. നസറത്തിലെ ആ വീട് ഇപ്പോൾ നിശബ്ദമല്ല. മേരിയുടെ സമയം അടുത്തിരിക്കുന്നു. അവൾ കിടക്കയിൽ ഇരുന്ന് വേദന കൊണ്ട് ജോസഫിനെ നോക്കി. മേരി, ജോസഫ്, എനിക്ക് ഭയമുണ്ട്. ജോസഫ് അവളുടെ കൈ പിടിച്ചു. ഭയപ്പെടേണ്ട മേരി, ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പോഴാണ് ഒരു അപ്രതീക്ഷിത ഉത്തരവ് വന്നത്. ഒരു ഗ്രാമവാസി കുറെ അകലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, റോമ ചക്രവർത്തിയുടെ ഉത്തരവാണ്, എല്ലാവരും സ്വന്തം പട്ടണത്തിലേക്ക് പോകണം. ജോസഫ് നിശബ്ദനായി നിന്നു. മേരി, നമ്മൾ പോകണോ? ജോസഫ് മറുപടി പറഞ്ഞു, പോകണം മേരി. ഞാൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവൻ. എന്റെ പട്ടണം ബത്ലഹേമാണ്. അങ്ങനെ കഷ്ടപ്പാടുകളുടെ യാത്ര ആരംഭിച്ചു. കഴുതയുടെ മേൽ മേരി, വേദന നിറഞ്ഞ മുഖം. ജോസഫ് അടുത്തു നടക്കുന്നു. ചൂടുള്ള പകൽ, തണുപ്പുള്ള രാത്രി. ഒരു സ്ഥലത്ത് മേരി നിർത്തി. മേരി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ജോസഫ് അവളെ ആശ്വസിപ്പിച്ചു. ഇനിയും കുറച്ചു ദൂരമേ ഉള്ളൂ, ബത്ലഹേം അടുത്താണ്. അങ്ങനെ അവർ ബത്ലഹേമിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും 2500 മീറ്റർ ഉയരമുള്ള ജെറുസലേമിൽ നിന്നും 6 നാഴിക അകലെയുള്ള ഒരു പ്രദേശമാണ് ബത്ലഹേം. 1000 താഴെ ജനങ്ങളുള്ള, കൃഷിക്കാരും ആട്ടിടയന്മാരും മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. അതിനാൽ തന്നെ അവർക്ക് സത്രം കിട്ടിയില്ല. പല നാടുകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നതിനാൽ പട്ടണം നിറഞ്ഞിരുന്നു. ജോസഫ് ഒരു വാതിൽ തട്ടി. വീടിനുള്ളിൽ നിന്നൊരു ശബ്ദം, ഇവിടെ ഇടമില്ല. മറ്റൊരു വാതിൽ, മറ്റൊരു ശബ്ദം, എല്ലാം നിറഞ്ഞു. മേരി വേദനയോടെ ഭിത്തിയോട് ചാരുന്നു. മേരിയും ജോസഫും വിഷമാവസ്ഥയിലായി. ഒരു വയോധികൻ അവരെ കണ്ടിട്ട് അവരോട് പറഞ്ഞു, മൃഗങ്ങൾക്ക് ഒരു പുഴുത്തൊഴുത്തുണ്ട്, അതുമാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തങ്ങാം. ജോസഫ് തലകുനിച്ചു. അവിടെ പുല്ലിന്റെ മണം, മൃഗങ്ങളുടെ ശ്വാസം. മേരി അവിടെ ഇരുന്നു. ജോസഫ് എന്തെന്നില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. മേരിക്ക് എന്ത് സംഭവിക്കും? കുഞ്ഞിന്റെ കാര്യം എന്താകും? അദ്ദേഹം അസ്വസ്ഥനായി. നിശബ്ദതയിൽ ഒരു തൊഴുത്ത്. രാത്രി നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം. മേരി വേദന കൊണ്ട് നിലവിളിച്ചു. ജോസഫ് പ്രാർത്ഥിച്ചു, ജോസഫ്, ദൈവമേ, നീ തന്ന കുഞ്ഞല്ലേ. അപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ, നിശബ്ദത. മേരി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ജോസഫ് കുഞ്ഞിന്റെ തലയിൽ തഴുകി. എന്നിട്ട് മെല്ലെ ശിശുവിന്റെ ചെവിയിൽ മന്ത്രിച്ചു, യേശു. ആ സമയം കുറച്ചകലെ ആട്ടിടയർ തീയുടെ അടുത്ത് ചൂടുകൊള്ളുകയായിരുന്നു. ഒരു ആട്ടിടയൻ പറഞ്ഞു, ഇന്ന് ആകാശം വ്യത്യസ്തമല്ലേ? പെട്ടെന്ന് പ്രകാശം അവിടെ വ്യാപിച്ചു. ആട്ടിടയർ വീണു. ദേവദൂതൻ, ഭയപ്പെടേണ്ട. മറ്റൊരു ആട്ടിടയൻ, ഇത് ദേവദൂതനല്ലേ? ദൂതൻ, ഇന്നു രക്ഷകൻ ജനിച്ചു, വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ ജനിച്ചു. അത് കേട്ടപാടെ ആട്ടിടയർ ഓടി. പുൽത്തൊഴുത്ത് കണ്ടെത്തി. അവിടെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് തൊഴുതു. അതേസമയം ദൂരദേശത്ത് 3 ജ്ഞാനികളിൽ ഒരാൾ, ഇത് സാധാരണ നക്ഷത്രമല്ല, മറ്റൊരാൾ, ഒരു രാജാവ് ജനിച്ചു, നമുക്ക് കാണാൻ പോകണം. അങ്ങനെ അവർ പുറപ്പെട്ടു. ആ കാലത്ത് ഹെറോദ്
തന്റെ സിംഹാസനത്തിന് ഭീഷണിയാകുമെന്ന് സംശയം ഉള്ളവരെയൊക്കെ ഇല്ലാതാക്കുന്ന കാലമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത് മനസ്സിലാക്കാതെ കുഞ്ഞിനെ അന്വേഷിച്ചു വന്ന ജ്ഞാനികൾ നേരെ രാജാവിന്റെ കൊട്ടാരത്തിലെത്തുകയും യഹൂദരുടെ രാജാവ് എവിടെ, ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. രാജാവ് ഉള്ളിൽ ഭയത്തോടെയാണെങ്കിലും ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തിരിച്ചു വന്നെന്നെ അറിയിക്കുക. എനിക്കും കുഞ്ഞിനെ സന്ദർശിക്കണം. സമ്മതമൂല്യ ജ്ഞാനികൾ നക്ഷത്രത്തിന്റെ സഹായത്തോടെ പുൽത്തൊഴുത്തിൽ ജനിച്ച കുഞ്ഞിനെ കണ്ടെത്തി. ഒരാൾ സ്വർണം, മറ്റൊരാൾ ധൂപം, മൂന്നാമൻ മൂർ എന്നിവ കാഴ്ചവെച്ച് വണങ്ങി. സ്വപ്നത്തിൽ നിർദ്ദേശപ്രകാരം അവർ മറ്റൊരു വഴിക്ക് തിരികെ പോയി. ജോസഫ് സ്വയം പറഞ്ഞു, ഒരു പുൽത്തൊഴുത്തിൽ രാജാക്കന്മാർ. അധികം താമസിയാതെ സ്വപ്നത്തിൽ ദൂതൻ കൽപ്പിച്ചു, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും എടുത്ത് ഈജിപ്തിലേക്ക് പുറപ്പെടുക. ഞാൻ അറിയിക്കുന്നതുവരെ അവിടെ തുടരുക. എന്തുകൊണ്ടെന്നാൽ ഹെറോദ് കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞയച്ച ആളുകൾ താമസിയാതെ ഇവിടെ എത്തും. അതേസമയം ബെത്ലഹേം. ഹെറോദിന്റെ കൊട്ടാരത്തിൽ കോപം തീപ്പൊരി പോലെ പടർന്നു. രാജാക്കന്മാർ തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെറോദ് ആക്രോശത്തോടെ പറഞ്ഞു, ആ കുഞ്ഞ് ജീവിച്ചിരിക്കരുത്. എന്റെ സിംഹാസനത്തിന് ഭീഷണിയാണ് അവൻ. ആജ്ഞ പുറപ്പെട്ടു. വീടുകൾ തകർന്നു. അമ്മമാർ നിലവിളിച്ചു. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ആകാശം കീറിപ്പറന്നു. ഒരമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ആ കുഞ്ഞിനെ നെഞ്ചിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടു. ആ രാത്രിയിൽ ബെത്ലഹേം രക്തത്തിൽ മുക്കപ്പെട്ടു. പക്ഷെ അപ്പോഴേക്ക് ആ ശബ്ദങ്ങൾ ഈജിപ്തിലെ ആ ചെറിയ വീട്ടിലേക്ക് എത്തിയില്ല. പക്ഷേ അത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം അവരെ അയച്ചത്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ചരിത്രകഥയിലെ ഈ ചില പ്രദേശങ്ങൾ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമുക്ക് ആ സ്ഥലങ്ങളൊന്ന് സന്ദർശിച്ചാലോ? അതെ, ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇസ്രായേൽ മലയാളികൾ ചേർന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് ഈ വിശുദ്ധ വഴികളിലൂടെ സഞ്ചരിച്ചു. ആ വഴികൾ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ചെറിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സാന്താക്ലോസിനെയും കൂടെ കൂട്ടി യാത്ര പോകാം. അപ്പൊ അന്നത്തെ കാലത്ത് ആട്ടിടന്മാര് പകലിൽ അവര് ആടുകളെ മേയ്ക്കും, രാത്രി സമയത്ത് അവര് വിശ്രമിക്കും. ഓക്കെ, അപ്പൊ അവര് വിശ്രമിച്ചിരുന്നത് ഗുഹകളിലാണ്. ഓക്കെ, നമുക്കറിയാം നമ്മളിവിടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴത്തേക്കും എല്ലായിടത്തും ഗുഹകളാണ് ഉണ്ടാവും. ഓക്കെ, ജനിച്ച സ്ഥലമാണെങ്കിലും ആട്ടിടന്മാർക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം എടുത്ത സ്ഥലമാണെങ്കിലും എല്ലാം ഗുഹകളാണ്. ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്ത് ആട്ടിടയന്മാര് താമസിച്ചിരുന്ന ഗുഹകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തമ്മിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഓക്കെ, അപ്പൊ കരോള് പാടി അങ്ങ് പോയാലോ? ഓക്കെ.
സുഖദം നക്ഷത്രം മിന്നും ഈ രാത്രി പാൽപായസം തിളയ്ക്കും ചൂടായി നാടൻ പാട്ട് കോർക്കും വീട്ടിൽ ചേർത്ത് സ്നേഹത്തിൻ താളം പിടിച്ചാളമെല്ല ക്രിസ്മസ് ഡാൻസ് കരോൾ കൈകൾ മേലേക്ക് പാടുവോർത്തു ക്രിസ്മസ് ഡാൻസ് കരോൾ കാൽ തട്ടി തട്ടി ചുവട് വെക്കൂ ഹല്ലേലൂയ പാടാം ചുറ്റും ചുറ്റും തിരിഞ്ഞു ചിരിക്കുന്ന പോലെ ക്രിസ്മസ് ഡാൻസ് കരോൾ ക്രിസ്മസ് ഡാൻസ് കരോൾ നക്ഷത്രത്തിൻ കീഴിൽ സെൽഫിയാവും കൂട്ടങ്ങൾ കുട്ടികളുടെ ചിരി ഉണ്ണിയേശുവിനെ ആദ്യമായി കാണുന്നത് ആട്ടിടയർ ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം മാലാഖ ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. ബെത്ലഹേമിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാറി ബെയ്റ്റ് സഹൂർ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ വിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബൈബിളിൽ പറയുന്നത് പോലെ യേശു പുൽത്തൊഴുത്തിൽ ജനിച്ച രാത്രി ആട്ടിടയരോട് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഇവിടുത്തെ വയലുകളിലായിരുന്നു. അതിനാലാണ് ഈ പ്രദേശം ഷെഫേർഡ് ഫീൽഡ്, അതായത് ആട്ടിടയരുടെ വയൽ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ദേവാലയം വളരെ ലളിതവും ശാന്തവുമായ നിർമ്മിതിയാണ്. വലിയ ആഡംബരമില്ല, പക്ഷേ ഒരു അസാധാരണമായ ആത്മീയ ശാന്തത ഇവിടെ അനുഭവപ്പെടും. ഇതൊരു രാജാക്കന്മാരുടെ പള്ളിയല്ല, സാധാരണ ആട്ടിടയർക്കായി, സാധാരണ മനുഷ്യർക്കായി നിർമ്മിച്ച ഒരു ദൈവ സ്മാരകമാണ്.
ഈ ദേവാലയത്തിന് പിന്നിലേക്ക് ചെന്നാൽ ചെറിയ കല്ലുകൊണ്ടുള്ള പുരാതന ഗുഹകൾ കാണാം. ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ചരിത്രകാരന്മാരും വിശ്വാസികളും പറയുന്നത് ഈ ഗുഹകളിലാണ് ആട്ടിടയർ രാത്രിയിൽ തങ്ങിയത്. ആടുകളെ കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നത് അന്നത്തെ കാലത്ത് തുറന്ന വയലും ഇത്തരത്തിലുള്ള ഗുഹകളും ആട്ടിടയരുടെ സ്വാഭാവിക താമസ സ്ഥലങ്ങളായിരുന്നു. ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന ദേവദൂതന്റെ ശബ്ദം ആദ്യമായി മനുഷ്യർ കേട്ടത്. ഒരു പ്രത്യേകത എന്തെന്നാൽ ബെത്ലഹേമിലെ ചർച്ച് ഓഫ് നാറ്റിവിറ്റി യേശുവിന്റെ ജനനസ്ഥലത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ഷെഫേർഡ് ഫീൽഡ്സ് യേശുവിന്റെ ജനനം ആദ്യമായി അറിയപ്പെട്ട സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവർ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. Okay, the shepherds used to live in the cave. The daytime they will, guide the goats, and at night they will rest like this in the caves. Okay, so this is the place where they were living, and the angel appeared to them. Okay, so from here they went to visit Jesus. So now we are going to the birthplace of Jesus. We will also visit the birthplace of Jesus. Okay. ബെത്ലഹേമിന്റെ ഹൃദയഭാഗത്ത് കാലം നിശ്ചലമായതുപോലെ നിശബ്ദമായി നിൽക്കുന്ന ഒരു പുരാതന ദേവാലയമാണ് ചർച്ച് ഓഫ് ദി നാറ്റിവിറ്റി. ഇതാണ് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു ജനിച്ച യഥാർത്ഥ സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളി. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമേ ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ ചെറിയൊരു വാതിലാണ്. ഇത് അറിയപ്പെടുന്നത് ഡോർ ഓഫ് ദി ഹ്യൂമിലിറ്റി, എളിമയുടെ വാതിൽ എന്നാണ്. തലകുനിച്ച് വിനയത്തോടെ കയറിയാൽ മാത്രമേ ഈ പള്ളിയിൽ പ്രവേശിക്കാനാവൂ. അത് തന്നെ ഈ ദേവാലയത്തിന്റെ ആദ്യ സന്ദേശമാണ്. ദൈവത്തോട് അടുത്തേക്ക് പോകാൻ വിനയം വേണം. അകത്തോട് പ്രവേശിച്ചാൽ നൂറ്റാണ്ടുകൾ പുറകിൽ പോയതുപോലെയുള്ള അനുഭൂതി ഉണ്ടാകും. ഇവിടെ നിന്ന് തന്നെ മെഴുകുതിരികൾ വാങ്ങാൻ സാധിക്കും. പല വിശുദ്ധരുടെ ചിത്രങ്ങൾ കാണാം. മനോഹരമായി പുരാതന ശൈലിയിൽ ദേവാലയം പണികഴിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മനോഹരമായ ചിത്രങ്ങളും കാണാൻ സാധിക്കും. വളരെയധികം തിരക്കുണ്ട്. പള്ളിയുടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് കല്ലുകൊണ്ട് തീർത്ത ഒരു ചെറിയ ഗുഹ ഉള്ളത്. ഇതാണ് യേശു ജനിച്ചതായി വിശ്വസിക്കുന്ന സ്ഥലം. ഗുഹയുടെ നിലത്ത് വെള്ളി നക്ഷത്രം പതിച്ചിരിക്കുന്നു. അതിന്മേൽ എഴുതിയിരിക്കുന്നത് കന്യകാമേരിയിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്നാണ്. ലോകത്തിന് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ മുട്ടുകുത്തുന്നു, നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു, കരയുന്നു. നിശബ്ദയുടെ വലിയ ശക്തി. ഇവിടെ വലിയ പ്രസംഗങ്ങളില്ല, ആഡംബര ശബ്ദങ്ങളില്ല, പക്ഷേ നിശബ്ദത തന്നെ. ഒരു പാറയ്ക്കുള്ളിൽ ഒരു സാധാരണ കുഞ്ഞായി ജനിച്ചവൻ ലോക ചരിത്രം മാറ്റിയത് ഇവിടെ ഓർത്തെടുക്കാം.
ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ മുന്നിലെ മേജർ സ്ക്വയർ ക്രിസ്മസ് കാലത്ത് ബെത്ലഹേമിന്റെ ഏറ്റവും ജീവസന്നിഹിതമായ സ്ഥലമാകുന്നു. വലിയ ക്രിസ്മസ് ട്രീ നിറമുള്ള ലൈറ്റുകളാൽ അലങ്കരിച്ചത് കാണാം. പുൽക്കൂട്, മേരി, ജോസഫ്, കുഞ്ഞു യേശു, ആട്ടിടയർ, ആടുകൾ എല്ലാം ലളിതമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതൊരു അലങ്കാരം മാത്രമല്ല, പുൽത്തൊഴുത്തിലെ ലാളിത്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രത്യേകത എന്തെന്നാൽ ആഡംബര ക്രിസ്മസ് സ്റ്റേജ് അല്ല, നിശബ്ദമായൊരു വിശ്വാസ ചിഹ്നം. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ഇവിടെ വന്ന് ചിത്രമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുൽക്കൂട് പറയുന്ന സന്ദേശം ഒന്നു തന്നെയാണ്. ലോകം മാറിയത് ഒരു കൊട്ടാരത്തിൽ നിന്നല്ല, ഒരു പുൽത്തൊഴുത്തിൽ നിന്നാണ്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി നിന്ന് അല്പമാത്രം മുകളിലേക്ക് നടന്നാൽ കാണുന്ന ഒരു ചെറിയ പള്ളിയും അതിനുള്ളിലെ ഗുഹയുമാണ് മിൽക്ക് ഗ്രോട്ടോ. ഇതൊരു വലിയ ദേവാലയമല്ല, പക്ഷേ ബെത്ലഹേമിലെ ഏറ്റവും ആത്മാർത്ഥമായ വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ ഗുഹയുടെ ഉള്ളിലെ പാറകൾ മുഴുവൻ വെളുത്ത നിറത്തിലാണ്. വിശ്വാസ കഥ പറയുന്നത് ഈജിപ്തിലേക്കുള്ള പലായനത്തിന് മുൻപ് മേരി കുഞ്ഞു യേശുവിനെ ഇവിടെ ഒരു നിമിഷം മുലയൂട്ടി വിശ്രമിച്ചു. അപ്പോൾ മേരിയുടെ മുലപ്പാൽ ഒരു തുള്ളി പാറയിൽ വീണു. അന്നു മുതൽ ഗുഹയിലെ കല്ലുകൾ വെളുത്തതായി മാറിയതായാണ് വിശ്വാസം. കുഞ്ഞ് ലഭിക്കാത്ത ദമ്പതികൾ, പാൽ പോരായ്മ അനുഭവിക്കുന്ന അമ്മമാർ എന്നിവരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മിൽക്ക് ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കാൻ എത്തുന്നു. ഇവിടെ നിന്നുള്ള വെളുത്ത പാറപ്പൊടി ഭക്തിപൂർവ്വം എടുത്ത് വീട്ടിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന പതിവും ഉണ്ട്. മിൽക്ക് ഗ്രോട്ടോ ഒരു അത്ഭുത കഥ മാത്രമല്ല, ഇത് പറയുന്ന സന്ദേശം ദൈവം പോലും ഒരു അമ്മയുടെ സ്നേഹവും പാലും ആശ്രയിച്ചാണ് മനുഷ്യനെ വളർന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം. What